അവസാനം ഞാനൊരു ഗ്രീൻ ഫ്ലാഗിനെ കണ്ടെത്തി. ആളൊരു പ്രൈവറ്റ് പേഴ്സണാ. നമുക്കൊരു സെൽഫി എടുക്കാം. എന്താ കൈ ഇങ്ങനെ വെക്കണ? ഇത് എസ്തെറ്റിക്സ് കൊള്ളാല്ലേ? എവിടെയും പോസ്റ്റ് ഒന്നും ചെയ്യില്ലല്ലോ അല്ലേ? അതെന്താ? ഞാൻ ഇച്ചിരി പ്രൈവറ്റ് അല്ലേ, ജോലിനെ ബാധിക്കും. ഞാൻ പോയി വന്നതേ ഉള്ളൂ. പിന്നെ ഗായു, അമ്മയ്ക്കൊക്കെ അവന്റെ പ്രൊഫഷനെ ബാധിക്കുന്നതുകൊണ്ടാ. നീ എന്താ എന്റെ ഫ്രണ്ടിനൊന്ന് കാണാൻ വരാഞ്ഞേ? അത് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല, ഷെയ്വ് ഒന്നും ചെയ്തില്ലായിരുന്നു. പ്രൈവറ്റ് ആയിട്ട് സ്നേഹിച്ചാലേ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്നേഹിക്കാൻ പറ്റും. എന്നാ അടുത്ത ആഴ്ച ഒരു പാർട്ടി ഉണ്ട്, അതിന് വാ. ഞാൻ ഇൻട്രോവേർട്ട് അല്ലേ, ആരോടും മിണ്ടണ്ട. പക്ഷെ എന്റെ പ്രൈവസി പോയില്ല. ഞാൻ ഒരു പ്രൈവറ്റ് പേഴ്സൺ അല്ലേ. നീ വേണമെങ്കിൽ ഒരു പ്രൈവറ്റ് പാർട്ടി വെക്കും, നമ്മൾ രണ്ടുപേരും മാത്രം. അങ്ങനെ ചെയ്യാം. കീപ് ഇറ്റ് പ്രൈവറ്റ് അണ്ടർ ഇറ്റ് ഇസ് പെർമനന്റ്. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ റൂമിൽ പോവാം. ശരിക്ക് ഭയങ്കര സ്നേഹമാ, പ്രൈവറ്റ് ആയിട്ടാന്നേ ഉള്ളൂ. എന്റെ ഫ്രണ്ട് അല്ലേ അത്? പ്രൈവസി പോയാ ആ റിലേഷൻഷിപ്പിന്റെ ബ്യൂട്ടി തന്നെ ഇല്ലാണ്ട്. എന്ത്, അമലിന് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നോ? ഞാൻ ഈ കേട്ടതൊക്കെ സത്യമാണോ? അഭിരാമി, എല്ലാവർക്കും നമ്മളോട് കുശുമ്പാണ്. there are no friends. ഇതുകൊണ്ടാണ് റിലേഷൻഷിപ്പ് പ്രൈവറ്റ് ആക്കി വെക്കണമെന്ന് ഞാൻ പറയുന്നത്. സ്നേഹം കൊടുത്താ പോരെ, എല്ലാവരും അറിയിക്കണോ? പ്രൈവസി പോയാ പോയി. ഇനി എന്റെ കാര്യമൊന്നും ആരോട് പറയല്ലേ കേട്ടോ. പ്രൈവറ്റ് ആയിട്ട് അവൻ ഒരുപാട് പേർക്ക് സ്നേഹം കൊടുക്കുന്നുണ്ടായിരുന്നു. ഗ്രീൻ ഫ്ലാഗാ.